ഷൗക്കത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു 5-8 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള ഒരു MLA സ്ഥാനത്തിന്റെ പ്രശ്നമല്ല. അതൊരു മാറ്റത്തിന്റെ പ്രതീകമാണ്, ചേഞ്ചിന്റെ പ്രതീകമാണ്, ചേഞ്ചിന്റെ കേളികൊട്ടാണ്. കേരളത്തിൽ ഒരു മാറ്റം വേണ്ട, ചേഞ്ച് വേണ്ട എന്ന് ആരെങ്കിലും പറയും? ഇപ്പോഴുള്ള പുലി പിടിച്ചു തിന്നലും ആന വന്ന് ചവിട്ടിക്കൊല്ലലും. ഞാനിപ്പോ PK ബഷീറിന്റെ കൂടെ യാത്ര ചെയ്ത് വരികയായിരുന്നു. പറയാതെ ബഷീർ ഇന്നാൾ ആന പോയത് ഇതിലായിരുന്നു, അങ്ങാടി കൂടി. അങ്ങാടിയിൽ ഇറങ്ങി ആട് നടക്കണ മാതിരി ആന നടക്കണ കാലത്ത് അതിനൊരു മാറ്റം വേണ്ട എന്ന് മനുഷ്യന്മാരാരെങ്കിലും പറയും? പൂച്ച നടക്കണ മാതിരി പുലി ഏതങ്ങാടിയിലും ഇറങ്ങാം, ആളെ പിടിച്ചു തിന്നാം എന്ന ഈ കാലത്ത് അതിനൊരു മാറ്റം വേണ്ട എന്നാണ്. മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച് പോയത് എന്തിനു വേണ്ടിയാ? ഈ ഗവൺമെന്റ് ശരിയാവൂല, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഒരു ശക്തിക്ക് കഴിയുള്ളൂ. അത് ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. ഞങ്ങളുടെ കയ്യിൽ മാറ്റത്തിന്റെ അജണ്ട ഉണ്ട്, യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. ഞാനിപ്പോ ഇവിടെ കോയിൽനാടിനോടും ബാക്കി MLA-മാരോടും ഒക്കെ സംസാരിച്ചു. ഞങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ്. ഈ മലയോര മേഖലയിൽ നടത്തിയ ജാഥാവേളയിൽ, ശ്രീ സതീശൻ നേതൃത്വം കൊടുത്ത് നടത്തിയ ജാഥാവേളയിൽ ഞങ്ങളത് ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. AI ടെക്നോളജിയൊക്കെ അങ്ങേ അറ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ കാലത്ത് മനുഷ്യനെ പുലി പിടിച്ചു തിന്നുന്നതും ആന വന്ന് ചവിട്ടിക്കൊല്ലുന്നതും പരിഹരിക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. മാത്രമല്ല, പ്രാകൃത യുഗത്തിൽ മനുഷ്യൻ പുലിയെയും വന്യമൃഗങ്ങളെയും പേടിച്ച് ജീവിച്ചിരുന്ന പോലെ ജീവിക്കേണ്ട കാലമല്ല ഇത്. അതിന് പരിഹാരമുണ്ട്. പരിഹാരം UDF-ന്റെ മാനിഫെസ്റ്റോയിൽ വരും, ഐക്യജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ വരും. ഒരു പുലി ഇറങ്ങൂല, ഒരാനയും അങ്ങാടിയിൽ ഇറങ്ങൂല. ഞങ്ങളുടെ കയ്യിൽ അതിന് പരിഹാരമുണ്ട്, അതിന് പരിഹാരം കാണും. ഇപ്പൊ പരിഹാരമില്ലാത്ത എന്തുകൊണ്ടാന്ന് ഞാൻ പറയണ്ടല്ലോ. വനം മന്ത്രിയുടെ പ്രതികരണം കണ്ടാൽ അറിയാം. ആന വരും, പുലി വരും, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നല്ലേ. ഇലക്ട്രിസിറ്റി വയറ് താഴെ വീണ് മരിക്കും, ഞങ്ങൾ എന്ത് ചെയ്യാൻ, അറിഞ്ഞില്ല, പെറ്റീഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന വൈദ്യുതി ഡിപ്പാർട്ട്മെന്റ് അല്ലേ. മാറ്റം വേണ്ടില്ല എങ്കിൽ ഇതൊക്കെ തുടരും, മാറ്റം ഇല്ലെങ്കിൽ ഇതൊക്കെ തുടരും. ഇതിഞ്ഞി തുടരണോ? അതാണ് പ്രശ്നം. ഈ നാട് മുഴുവൻ നിശ്ചലമായില്ലേ. ആര്യാടൻ മുഹമ്മദ് സാഹിബിയുടെ MLA ആയിരുന്ന കാലത്ത്, മന്ത്രി MLA ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലൈവായിരുന്ന ഈ നാട്, ജീവസുറ്റ ഈ നാട്, ഇന്ന് കുട്ടികൾ പഠിക്കാൻ നോക്കുമ്പോൾ അവർക്ക് സീറ്റില്ല. അതുപോലെ തന്നെ 100 പ്രശ്നങ്ങൾ. ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല, ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. കടലിൽ കപ്പൽ മുങ്ങിയാൽ, കടലിൽ കപ്പൽ പൊട്ടിത്തെറിച്ചാൽ ആ കപ്പൽ കമ്പനിക്കെതിരെ കേസില്ല, അതിന് നടപടിയില്ല, കോമ്പൻസേഷൻ ഇല്ല, മറ്റൊന്നുമില്ല. ഇത്ര നിസ്സംഗത പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവുമോ? നമ്മളെ കാലത്ത് ഒരു കപ്പലിൽ ചെന്ന് മുട്ടിയപ്പോ, തോണി ചെന്ന് മുട്ടിയപ്പോ, ഒരു അപകടം ഉണ്ടായപ്പോ അത് ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പോ കപ്പലേ മുങ്ങിയിട്ട് അതിന് കേസില്ല. കപ്പലിന് തീപിടിച്ച് പരിസ്ഥിതി മുഴുവൻ നാശമായിട്ട് ചോദ്യം ചെയ്യാൻ ആളില്ല. എന്തൊരു ഭരണമാണ്! നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ആ വലിയ തകർച്ച ഉണ്ടാവണ്ട എങ്കിൽ വീണ്ടും ഇതേ സ്ഥിതി തുടർന്നാൽ പറ്റൂല.